ശബരിമല ഭക്തർക്കായി പ്രത്യേക ജീവൻ സുരക്ഷാ നിധി രൂപീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പുല്ലുമേട് ദുരന്ത സമയത്തെ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുന്ന തീർത്ഥാടകർക്ക് നിധിയിലേക്ക് സംഭാവന നൽകാം. പരമാവധി 5 രൂപയായിരിക്കും ഈടാക്കുക. ഭക്തർ നിർബന്ധമായും പണമടയ്ക്കണമെന്ന് നിർദ്ദേശം വയ്ക്കില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. 24 ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇത് കുറച്ചു കാലം മുൻപ് കോടതി നൽകിയ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ഗുണഫലങ്ങൾ? അതായത് അനുജ 2010 കൂടി പുല്ലുമേട് ദുരന്തമുണ്ടായി. പിന്നാലെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഈ വരുന്ന ഭക്തർക്ക് വേണ്ടി ഇത്തരത്തിലൊരു ജീവൻ സുരക്ഷാ നിധി വേണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പിന്നീട് പക്ഷേ അത്തരമൊരു തീരുമാനം നടപ്പിലായില്ല. 2017 കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക അക്കൗണ്ടൊക്കെ രൂപീകരിച്ചെങ്കിലും അപ്പോഴും ഇത് നിശ്ചലമായി. എന്തായാലും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടരാലോചനകൾ നടന്നു. അങ്ങനെ ഇത്തരത്തിൽ ഒരു ജീവൻ സുരക്ഷാ നിധി ആരംഭിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. അതായത് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുന്ന സമയത്ത് ഭക്തരിൽ നിന്ന് 5 രൂപ ദേവസ്വം ബോർഡ് സംഭാവനയായി സ്വീകരിക്കും. നിർബന്ധമായി ഭക്തർ ഇത്തരത്തിൽ തുക നൽകണമെന്നൊരു നിർദ്ദേശം നിലവിൽ എന്തായാലും ദേവസ്വം ബോർഡ് വെക്കുന്നില്ല. ഒപ്പം തന്നെ ഈ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ള ഭക്തർക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഇത്തരത്തിൽ ഈ നിധിയിലേക്ക് തുക സംഭാവന ചെയ്യാം. ഇതൊരു പ്രത്യേക അക്കൗണ്ടായി സൂക്ഷിക്കുകയും ഇത്തരത്തിൽ അപകടം പറ്റുന്ന ആളുകൾക്കും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്കും ഇതിലൂടെ തുക നൽകാനുമാണ് നിലവിൽ ആലോചിക്കുന്നത്. ഈ പുല്ലുമേട് ദുരന്ത സമയത്ത് ഇത്തരത്തിൽ കോടതി പറഞ്ഞിരുന്നു ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം എന്നായിരുന്നു. പക്ഷേ അത് ഇൻഷുറൻസ് മാനദണ്ഡങ്ങളൊക്കെ വരുന്ന സമയത്ത് ശബരിമലയിൽ കൂടുതൽ ആളുകൾ ഈ ഹാർട്ട് അറ്റാക്ക്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാണ് മരണമടയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് അതിൻ്റെ സാങ്കേതികത്വമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കാൻ നിലവിൽ എന്തായാലും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. എന്തായാലും സർക്കാർ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിട്ടുണ്ട്. സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത മണ്ഡലകാലം മുതൽ തന്നെ ഈ ഇത്തരത്തിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, താല്പര്യമുള്ളവരിൽ നിന്ന് 5 രൂപ ഈടായിക്കൊണ്ട് ഇത്തരമൊരു നിധി ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ, നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. എന്തായാലും ഇന്ന് ശബരിമല നട തുറക്കും. ആ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നൽകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ശരി, ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്കാണ് പ്രത്യേക ജീവൻ സുരക്ഷാ നിധി രൂപീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്.